ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഞ്ഞി ഉണ്ടാക്കലാന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. കഞ്ഞി രാവിലെ ഞാൻ കഞ്ഞിയാണ് ആക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടന് നല്ല സുഖമില്ല. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് പണിക്ക് പോയെടുത്ത് ഉച്ചയ്ക്ക് തിരിച്ചു വന്നായിരുന്നു, ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തായിരുന്നു, ഡെങ്കിപ്പനി ഉണ്ടോ അങ്ങനെയൊക്കെ ഓരോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെ തന്നെ കഞ്ഞി ഉണ്ടാക്കി. എന്നുവെച്ചാൽ എല്ലാവർക്കും പോകണം, മക്കളെ സ്കൂളിലാക്കിയിടണം, ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. അപ്പോൾ കഞ്ഞി മാത്രം കുടിക്കാമെന്ന് കരുതി കഞ്ഞി അച്ചാറും ഒക്കെ കഴിച്ച് അങ്ങനെ കുട്ടികളെ കുളിയും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. രണ്ടാളെ ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പോകും കേട്ടോ, ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ നമുക്ക് സ്കൂളിലേക്ക് പോകാം. സ്കൂളിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് പോയാൽ മതി. മക്കളെ സ്കൂളിലേക്ക് ആക്കിയിട്ടുണ്ട്. സാധാരണ നമ്മളെല്ലാവർക്കും സ്കൂൾ ബസ്സിലാണ് ആക്കുക. പക്ഷേ ഇന്ന് നമ്മൾ ആ വഴിക്ക് പോകുന്നതുകൊണ്ട് അവരെ നമ്മളാക്കിയിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ മക്കളുടെ രണ്ടാളോട് യാത്ര പറഞ്ഞ് പോവാണ്. ഞങ്ങൾ പുതുക്കാട് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അത് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമുക്ക് ഇന്നലെ ഡോക്ടറെ കാണിച്ച് കുറച്ച് ടെസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ബില്ല് അടച്ച് ലാബിലേക്ക് പോയിട്ട് ബ്ലഡൊക്കെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആശുപത്രി അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു, സൺഡേ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ നല്ല തിരക്കും ഉണ്ടായി. അങ്ങനെ ഞങ്ങളിങ്ങനെ ബ്ലഡ് എടുക്കുന്നിടത്ത് ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. അങ്ങനെ അവസാനം ബ്ലഡെല്ലാം എടുക്കുന്ന സമയമായി. ഏട്ടൻ്റെ ഊഴായി. ഏട്ടനാണെങ്കിൽ ഇത്തിരി ബ്ലഡൊക്കെ എടുക്കാനും ബ്ലഡ് സൂചി ഇഞ്ചക്ഷനൊക്കെ വെക്കാൻ ആൾക്ക് ഇത്തിരി പേടിയുള്ള ഒരാളാണ്. പക്ഷേ ഇന്നെന്തോ എക്സ്പ്രഷനൊന്നും മാറിയില്ല മുഖത്തൊന്നും. ഇപ്പം മാറി. ഇപ്പം കാണിക്കുന്ന എക്സ്പ്രഷൻ പക്ഷേ സുഖമില്ലാത്തതല്ലേ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടാൽ ഒന്നിങ്ങനെ 2 പോസ് ഇട്ടതാണ് ആൾ. അങ്ങനെ ബ്ലഡൊക്കെ എടുക്കുന്നുണ്ട്. എക്സ്പ്രഷനൊന്നും ചേഞ്ചൊന്നും വന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ആൾ കുറച്ചും കൂടി മെച്ചുവേർഡായല്ലോ. ഓരോ കൊല്ലം കഴിയുമ്പോൾ ആളൊന്ന് വലുതായി വരികയാണല്ലോ. ഒന്നും കൂടി അതായിരിക്കാം. മറ്റ് സൂചിയെല്ലാം വെക്കുമ്പോൾ ഭയങ്കര പേടിയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് ഞങ്ങൾക്കിനി ഡോക്ടറെ കാണിക്കാനുണ്ട്. ഡോക്ടറെ കാണിക്കാനാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു, ഒടുക്കത്തെ തിരക്കായിരുന്നു. അപ്പോൾ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം വരാൻ വേണ്ടി എന്ന് പറഞ്ഞു, റിസൾട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഞങ്ങളെന്ത് ചെയ്തു, നമുക്കതൊന്ന് വെറുതെ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് കാര്യമില്ല, കാരണം വീട്ടിൽ കുറച്ച് ദൂരമുണ്ട്. ആ സമയത്ത് പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് സമയമാവും. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ബ്ലഡൊക്കെ കൊടുത്ത് നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് ചെറിയൊരു ഇറിഗേഷൻ പ്രോജക്റ്റിന് ചെറിയൊരു ഡാം പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. മാഞ്ഞാങ്കുഴി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാഞ്ഞാങ്കുഴിയുള്ളൊരു, എന്താ ഇതിന് പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല. റെഗുലേറ്റർ, യെസ്, അവിടെ എഴുതിയിട്ടുണ്ട് മാഞ്ഞാങ്കുഴി റെഗുലേറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അപ്പോൾ അവിടെ പോയി. നല്ല സ്ഥലമായിരുന്നു കേട്ടോ, നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഫുൾ കാട് പോലെയൊക്കെ ആയിരുന്നു ചുറ്റും. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന്, ഒരു ചേട്ടൻ ചൂണ്ടയിടുന്നത്, ഒരു ചേച്ചി താഴെ അലക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി. നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിന്. അപ്പോൾ അതിൻ്റെ താഴെ നല്ലൊരു, ഇങ്ങനെ കുറച്ചും കൂടി ഇറങ്ങിയാൽ നല്ലൊരു വ്യൂ എല്ലാം കിട്ടും. അവിടെ പോയി കുറച്ച് റീലൊക്കെ എടുക്കാമെന്ന് കരുതി. റീലെടുക്കാൻ വേണ്ടി നിന്നാൽ പിന്നെ റീലെടുക്കുമ്പോൾ ഒരു ഭംഗിയില്ലാന്ന്. ഒന്നും എടുക്കുമ്പോൾ നമ്മളിങ്ങനെ മുഞ്ചിലൊന്നും അണിഞ്ഞൊരുങ്ങി പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടൊന്നൊരു മെനയില്ല, ഒരു വൃത്തിയില്ല. അപ്പോൾ പിന്നെ റീലെല്ലാം വേണ്ടാന്ന് കരുതി. പോട്ടെ, നമുക്ക് റീലൊന്നും വേണ്ട, നമുക്ക് അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഞാനും ഏട്ടനും. ആളെ കാണുമ്പോൾ വലിയ അസുഖം തോന്നുന്നില്ല, പക്ഷേ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. കിടക്കുമ്പോൾ കുഴപ്പമില്ല, എണീച്ചിങ്ങനെ നടക്കുമ്പോഴൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഈ സമയം എന്നോട് പറയായിരുന്നു, എനിക്ക് വയ്യാണ്ടാവുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടായി. പിന്നെ അവിടെ ഒരു ചേമ്പില പോലത്തെ ഒരു സാധനം കാണും, നമ്മളെ കാട്ടിലൊക്കെ കാണുമല്ലോ. അതിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലത്തെ ഇത് ചെറിയൊരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഏകദേശം സമയം ഒരു 11 കാലമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് 11 ആകുമ്പോഴത്തേക്ക് വന്ന് ഡോക്ടറെ അടുത്ത് നിന്ന് റിസൾട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ ചേട്ടൻ അവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ഞാനപ്പോൾ നല്ലൊരു ഫിഷ് ടാങ്കൊക്കെ ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ എടുത്ത് കേട്ടോ ഇത്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഡെങ്കിപ്പനിയൊക്കെ നമുക്ക് നെഗറ്റീവാണ്, പക്ഷേ ലിവറിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കുറേ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. വീട്ടിൽ നല്ല മഴയൊക്കെ പെയ്തതിന് ശേഷം നല്ലൊരു റെയിൻബോ ആണ് ഞാൻ കാണിച്ചു തന്നത്. പിന്നെ എനിക്ക് വൈകുന്നേരത്തെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കുട്ടികളും വന്നു. വൈകുന്നേരം കുറച്ച് തുണി അലക്കാനൊക്കെ ഇട്ടുണ്ടായി. കുട്ടികളും അച്ഛനൊക്കെ കൂടി പുറത്ത് കുറേ തേങ്ങ ഉണ്ടായിരുന്നു. ചേട്ടാ തേങ്ങയൊക്കെ നന്നാക്കിയായിരുന്നു. പിന്നെ ഒരു സന്ധ്യാസമയമായപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ചു. എപ്പോഴുള്ള പോലെ തന്നെ നമ്മൾ സാധാ വിളക്കൊക്കെ വെച്ച് രാത്രിക്കുള്ള പണി നോക്കി. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ച് വെക്കണം. ഇത് ഞങ്ങളുടെ കോഴിക്കോടൊക്കെ വെക്കുന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായത്. പിന്നെ വീഡിയോ ഞാൻ യൂട്യൂബിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. വേണ്ടവർ പറഞ്ഞാൽ മതി. നല്ല അടിപൊളി സാമ്പാറാണ്. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. തൃശ്ശൂരേക്ക് വന്നപ്പോൾ ശരിക്കും സാമ്പാറിൻ്റെ രുചി തന്നെ മാറി. ഞങ്ങളുടെ പോലെയല്ല ഇവിടെ വെക്കുന്നത്. അങ്ങനെ പിന്നെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ നിന്ന് ചോറുന്നിടത്ത് മോളിവിടെ ഇല്ലുമിനാട്ടി ഡാൻസൊക്കെ വെച്ചിട്ട് കളിക്കുകയാണ്. ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് രണ്ടാളും. അവൾ മാത്രമല്ല, ഞങ്ങൾ 4 കൂടി കളിക്കും കേട്ടോ, നന്നായിട്ട് ബഹളമായിരിക്കും. പക്ഷെ എന്നാൽ ഡോക്ടറെ അടുത്ത് പോയതും പണിയും വൈകുന്നേരം വന്ന് പണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാം ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡാൻസൊന്നും കളിച്ചില്ല, മോള് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ചോറ് കഴിച്ചു.
കുട്ടികളും ചോറ് കഴിച്ചു. ഞാനും ആ പ്ലേറ്റിൽ തന്നെ ഞാനും കഴിച്ചു. ചോറും സാമ്പാറും പപ്പടമായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ചോറിലെന്തോന്ന് എല്ലാവരും കിടന്നുറങ്ങി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേറെ വ്ളോഗിൽ കാണാം കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.